ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഞാൻ പണിക്കൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ദേ ജഫ്ന ദേ അടുക്കളയിൽ ദേ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കൊച്ചി ക്ലാസ്സിൽ പോയിട്ടില്ല. കൊച്ചിന് ഭയങ്കര ജലദോഷം, ഭയങ്കര ഉറക്കം. കാണിച്ചില്ല എപ്പോഴും രാവിലെ എണീക്ക് 6:30 നല്ല ഉറക്കം. അത് കണ്ട അടുക്കളയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നിങ്ങളാരും ഇത് കണ്ട് പേടിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, മോള് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാനും എണീക്കാൻ താമസിച്ചു. അവളിന്ന് വിടണ്ടല്ല എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നോണ്ട് ഞാനും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എണീറ്റ് കിച്ചണിലോട്ട് കയറുകള. അല്ലെങ്കിൽ രാവിലെ ഒരു 6:30 ആകുമ്പോൾ കിച്ചൺ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പൊ ഇപ്പതേ രാവിലെ എണീറ്റ് വന്നതേ ഉള്ളത് കാരണം പുട്ട് ആക്കി തുടങ്ങുന്നതേ ഉള്ളൂ. ആൾ ഓൾറെഡി റെഡി ആയി പോകാൻ വേണ്ടി. ഇപ്പൊ പുത്താ ആക്കി കൊടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം. അപ്പൊ ഞാൻ ഓർത്തന്നെ ഇന്ന് വ്ളോഗ് എടുത്തേക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പൊ ലിൻസനും പറഞ്ഞു കുറെ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അതുകൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഓർത്തന്നെ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ അല്ലെ ലിൻസ? നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ഇയാളിപ്പോ പോകും. ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാകൂല. ഇയാളിപ്പോ പോകും. ഇയാളിപ്പോ ഉണ്ടാകൂല. ഇയാള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും മോള് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഈ വീട് ക്ലീനിങ്, പിന്നെ ഞങ്ങള് ഇന്നത്തെ അവസ്ഥ, ഞാനും മോളും കൂടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ വൈകുന്നേരം നേരത്തെ വരില്ലേ പുറത്തു പോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ വൈകുന്നേരം പുറത്തും പോകുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി വീഡിയോയിൽ കാണാട്ടല്ല. അപ്പൊ അതേ ആള് ഇടത് റെയിൻകോട്ടൊക്കെ എടുത്ത് സെറ്റാക്കി. ഞങ്ങളുടെ റെയിൻകോട്ടൊക്കെ എടുത്ത് മാറ്റി ആളുടെ റെയിൻകോട്ടൊക്കെ മാത്രം എടുത്ത് വെച്ച് സെറ്റാക്കി ആള് പോവുകയാണ്. ചായയുടെയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഞാനും മോളും മാത്രമേ ഉണ്ടാകുള്ളൂ. അല്ല, ടൂൾസ് ഒക്കെ എടുത്ത് വെച്ച് ഗൈസ് കണ്ടോ, നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുത്ത് വെച്ച് ആള് പോവുക. കണ്ണട ഓ കണ്ണടയൊക്കെ വെച്ച് പോള് കണ്ണടയൊക്കെ വെച്ച് ഋത്തിക് റോഷൻ വർക്കിന് പോവുക. റെയിൻകോട്ട് ഇടണേ. അപ്പൊ ബൈ ബൈ. അടുത്ത വീഡിയോയില വൈകുന്നേരം നേരത്തെ വരണം കേട്ടോ. ആ ബൈ ബൈ. അങ്ങനെ അപ്പൊ ലിൻസൻ പോയി. അപ്പൊ ഇനി ഞാനും മോളും മാത്രമായി. നമുക്ക് ഇഷ്ടം പോലെ പണി നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്നലെ അലക്കിയ തുണിയാണ് കഴിച്ചത്. ഇത് ഞാൻ പകുതി മടക്കി വെച്ചേക്കാണ്. പിന്നെ അവള് വന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ഹോംവർക്കൊക്കെ ചെയ്തിരുന്നിട്ട് ബാക്കി മടക്കിയില്ല. അപ്പൊ ഇത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ അലപ്പുറയിൽ കിടക്കുന്ന ടേബിൾ ക്ലീൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ കിച്ചൻ്റെ ഒക്കെ കണ്ടോ, സിങ്കിൻ്റെ അകത്ത് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ കാണാം. സിങ്കി കിടക്കണം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ വെളുപ്പിച്ച് സുന്ദര പട്ടാക്കന്മാരാക്കാൻ പോകാൻ. ആദ്യത്തെ പരിപാടി കിച്ചണിൽ നിന്ന് തുടങ്ങി. കിച്ചൺ നീറ്റായി കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അടിപൊളി. കുറച്ച് പോർഷനൊക്കെ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇപ്പം തന്നെ വീഡിയോന്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പീഡാക്കിയിട്ടുണ്ട്. എല്ലാം മാറ്റി ടേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നപ്പോൾ ഞാൻ ഓൾറെഡി പുറത്തോട്ടൊക്കെ കളഞ്ഞു. എന്നിട്ടാണ് എനിക്ക് കഴുകാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. എന്നെ അന്വേഷിച്ച് നടന്നു വന്നെയാണ് കേട്ടോ കാണുന്ന കുഞ്ഞു പെണ്ണ്. കുമ്മണി പറഞ്ഞേഷ കുമ്മണി എല്ലാവർക്കും അല്ലേ ഷാ? ഇന്നെന്താ കൂളിൽ പോവാ? എന്താണ് കാര്യം? ഒച്ചത്തി പറ. ചുമയുള്ള ആരോണോ? സത്യമാണോ ചുമ? അതെ, ഞാനും എൻ്റെ ഈസപ്പെണ്ണും കൂടി ഇങ്ങനെ ഇരിക്കണേന് കണ്ട. അപ്പം എൻ്റെ മോക്ക് ചുമയത് കൊണ്ടിട്ടാണ് കേട്ടോ കൊച്ചു കൂളിൽ പോകാൻ. ഞാനിട്ട് കൊച്ചിന് ഇങ്ങനെ മടിയൊന്നുമില്ല അല്ലേ. ഉണ്ടാവത്തിന് ചുമയാണ് കണ്ട. രാവിലെ നല്ല തുമ്മലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കൊച്ചു കൂളിൽ പോകാനല്ലേ. ചുമച്ച് കാണിച്ചു തന്നു കേട്ടോ. ചുമയില്ലെന്ന് ആരും പറയാൻ നിൽക്കണം അല്ലേ? അല്ല പിന്നെ
അപ്പോൾ ഇനി ഞങ്ങൾക്ക് സുന്ദരികളാകണം, ഞങ്ങൾ സുന്ദരികളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് നല്ല സൂപ്പറാക്കി ഞാൻ. ഇനി നമുക്ക് കുറച്ച് പരിപാടികളും കൂടിയൊക്കെ ബാക്കിയുണ്ട്. കിച്ചൺ ക്ലീനിങ് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് പരിപാടികളും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ കണ്ട കുളിയൊക്കെ കഴിഞ്ഞ് കാർട്ടൂണൊക്കെ കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ട അവിടെ ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടിട്ടിരിക്കുന്നതാണ്. അവിടെ എന്തൊക്കെയായിരുന്നു എന്നോട് പറയാനുണ്ട്. പിന്നെ അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ ഞാനും കൂടി പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, പുട്ടും പിന്നെ ഇന്നലത്തെ ചിക്കൻ്റെ പാർട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി കൂട്ടിയാൽ ഞങ്ങൾ പുട്ടിന് കഴിക്കാൻ പോവാണ്. ഇത് വാവക്ക്, ഇത് മമ്മിക്ക്. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സുന്ദരിയാണോ, കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ഒരു പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കണേണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നിരുന്നത് ഇതേ തുണി മടക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ അവളുടെ ബുക്സൊക്കെ എടുത്ത് ഒതുക്കി ബാഗിനകത്തേക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തൊക്കെ ബാഗിനകത്ത് തിരിച്ചെടുത്ത് വെച്ച് പിന്നെ രാവിലെ കാണിച്ചപ്പോഴത്തേക്കും ഒരു വശത്തെ തുണി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ അത് അപ്പുറത്തെ വശത്ത് തുണിയുണ്ട്. കുറച്ച് തുണി ഓൾറെഡി ഞാൻ ഉണങ്ങാൻ വേണ്ടി പുറത്ത് അഴയിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണങ്ങിയതും കൂടി എടുത്ത് കൊണ്ടുവന്നു. പിന്നെ മടക്കിയ തുണികളെല്ലാം കൂടി ഞാൻ പെറുക്കി എടുത്ത് അലമാരയിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് നേരെ ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന് തുണി മടക്കുന്ന വീഡിയോ ആയാലും ടേബിൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയാലും കുറച്ചധികം ലെങ്ത് ഉള്ളതുകൊണ്ട് കുറച്ച് ഞാനങ്ങ് കുറച്ചധികം കട്ട് ചെയ്ത് പകുതി പോർഷനും കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു. കാരണം ഒരുപാട് നേരം നിർത്തിക്ക് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ട, എൻ്റെ വീട്ടിലെ ജോലികൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ കുറേ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങ് കളഞ്ഞു. കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഓർക്കും, നിങ്ങൾ ഓർക്കില്ലേ അയ്യോ ഇതെന്തുവാ ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള വീഡിയോ ആണോ കാണിക്കുന്നതെന്ന് നിങ്ങളും വിചാരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് ഓൾറെഡി ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വീടൊക്കെ അടിച്ച് വാരി. അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു. കൊച്ചുങ്ങളുള്ള വീടാകുമ്പോൾ ഒരുമാതിരിപ്പെട്ട അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. കുട്ടികളുള്ള വീടാണെങ്കിൽ നിറച്ച് പൊടിയായിരിക്കും. പിന്നെ അത്യാവശ്യം എല്ലാ ജോലികളും കഴിഞ്ഞു. ഇത് നോക്കിക്കേ, നമ്മുടെ ടേബിൾ ക്ലീനാക്കി, കിച്ചൺ ക്ലീനാക്കി, പിന്നെ നമ്മുടെ ഹോളിൽ ദിവാങ്കോട്ടിൽ കുറച്ച് തുണിയൊക്കെ മടക്കാൻ കിടക്കണ്ടായിരുന്നു കാണിച്ചതില്ല. അപ്പോൾ അതൊക്കെ ഞാനത് മാറ്റി വെച്ച് അത്യാവശ്യം നീറ്റാക്കി. എന്താണ് സാ പഠിക്കണോ? മോൾ ഓൾറെഡി ക്ലാസ്സിൽ പോകാണ്ട് നിൽക്കണതുകൊണ്ട് ഞാൻ ചെയ്യിക്കാണ്ട് ചോദിച്ചാൽ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. ചെയ്തോ. പിന്നെ ഒരാൾ വർക്ക് സൈറ്റിൽ പോയിട്ട് വന്നിട്ടാ. ആളപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊന്ന് ഉറങ്ങി എണീക്കട്ടെ, അപ്പോഴേക്കും നീ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ റെഡി ആവാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് മാവനായിട്ട് കറങ്ങാൻ വേണ്ടി, എന്തായാലും അവളിന്ന് ക്ലാസ്സിലേക്ക് പോകാണ്ട് നിന്നതാണ്. അപ്പോൾ ഞാൻ ലിൻസിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടാണ് ലിൻസിന് കറങ്ങാൻ പോകാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മാവനായും റെഡിയാക്കി ഞാനും റെഡിയായി ലിൻസിൻ്റെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പുറത്ത് പോയിട്ട് പറയാം. അപ്പോൾ ഞങ്ങളിതേ എറണാകുളത്ത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ മോളായിട്ട് വന്നത്. അവിടെ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറാം. കാരണം അവൾ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ബോട്ടിങ്ങിൽ കയറിയിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അവിടെ ഫില്ലായിപ്പോയി, ടൈം കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബോട്ടിങ്ങിലാണ് കയറാൻ വേണ്ടി വന്നത്. അവൾ തന്നെ പറഞ്ഞു എന്നാൽ നമുക്ക് അതിൽ പോടാടെ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ പോയി. അപ്പോൾ ഫസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കയറിയത്. പിന്നെ എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഒരു കുട്ടിയെ പോലെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാല്ലേ? അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേണ്. അല്ലെങ്കിൽ ഞങ്ങൾ തിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടിക്കും. ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഇത്ര കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ കയറിയതാണ്. പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അന്തോ കുന്തയില്ലാണ്ട് ഞങ്ങൾ പോയി. പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുഞ്ഞാലിൽ കയറണമെന്ന് പറഞ്ഞാൽ അവളെ കുറച്ച് നേരം കുഞ്ഞാലിൽ ഇരുത്തി. ചുമയുള്ള ആളാണ് ഇത് കുഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. എന്താകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും രാത്രി ശ്രദ്ധിക്കുകയായിരിക്കും. കാരണം അവൾക്ക് ഓൾറെഡി ചെറിയൊരു ഇതുണ്ട്. പിന്നെ അവളിന്ന് ഫ്രീ ആണ്. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കിട്ടുന്നത് ശനിയും ഞായറുമാണ് രാവിലെ. അല്ലാണ്ട് നമുക്ക് കൊച്ചിനെ എവിടെയും പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടിട്ടാണ് എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ അവളുടെ ഇഷ്ടപ്പെട്ട റൈഡിലൊക്കെ കയറി ഇതിലൊക്കെ വലിഞ്ഞ് കയറിയിട്ട് എന്തോ കാണിച്ച് കൂട്ടണത്. അവൾക്കാണെങ്കിൽ അറിയാനും പാടില്ല, എല്ലാത്തിലും കയറുകയും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവൾ. പിന്നെ അവളും എൻജോയ് ചെയ്ത് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ പുറകെ നടന്നപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവൾ ഇനി കയറാനായിട്ട് റൈഡ്സ് ഒന്നും ബാക്കിയില്ല ചിൽഡ്രൻസ് പാർക്കിൽ. അത്യാവശ്യം എല്ലാത്തിലും അവൾ കയറി. അത്യാവശ്യം സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. പിന്നെ വൈൻഡപ്പ് എടുക്കാനൊന്നും പറ്റിയില്ല നമുക്ക്. എൻ്റെ ഫോണിൽ ബാറ്ററി ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളുടെ സ്കേറ്റിങ്ങിൻ്റെ വീഡിയോയോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ.